സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഓരോ സദൃശവാക്യവും ഏതൊരു കാലഘട്ടത്തിനും എത്ര പ്രസക്തമായ ധാർമ്മിക, നൈതിക സൂക്തങ്ങളും വഴികാട്ടികളുമാണ് എന്ന് തിരിച്ചറിയുകയാണല്ലോ. ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 14-ന്റെ-31. എളിയവരെ പീഡിപ്പിക്കുന്നവൻ തൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രരോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. രണ്ട് തരത്തിലുള്ള മനോഭാവങ്ങളെയാണ് ഈ സദൃശവാക്യത്തിൽ തുലനം ചെയ്തിരിക്കുന്നത്. സൃഷ്ടാവിനെ മാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ, സൃഷ്ടാവിനെ നിന്ദിച്ച് ജീവിക്കുന്ന മനുഷ്യർ. അതിനെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ തലങ്ങളിലുള്ള മനസ്സിലാക്കലിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടാവിനെ മാനിക്കുന്നത് എങ്ങനെയെന്നതിന് ഒരു പുതിയ നിർവചനം നൽകുകയാണ് ഞാൻ. സൃഷ്ടാവിനെ മാനിക്കുന്നത് സ്വാർത്ഥത തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളിലൂടെയല്ല, ബാഹ്യമായി ജനങ്ങളെ കാണിക്കുവാനുള്ള ആരാധനകളിലോ ധ്യാനങ്ങളിലോ മാത്രമല്ല, മറിച്ച് സൃഷ്ടാവിനെ മാനിക്കുവാനായുള്ള ഏറ്റവും ഉചിതമായ മാർഗം ദരിദ്രനോട് കൃപ കാണിക്കുക എന്നതാണ് എന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. ദരിദ്രനെ, എളിയവനെ പീഡിപ്പിക്കുന്നവനോ യഥാർത്ഥമായി പീഡിപ്പിക്കുന്നത് ആ എളിയവനെയോ ദരിദ്രനെയോ മാത്രമല്ല, മറിച്ച് സൃഷ്ടാവിനെ തന്നെയാണ് എന്ന അതിശക്തമായ വാദഗതിയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗിക തലത്തിൽ വളരെയധികം നമ്മെ ചിന്തിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ സദൃശവാക്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗുസ്താവോ ഗ്യൂത്തറിഷ് ലോക വേദശാസ്ത്ര ചിന്താഗതിയെ തന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വളരെ അതിശക്തമായ ഒരു വക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു സദൃശവാക്യമായിരുന്നു ഇത്. നിങ്ങൾ ദരിദ്രരെ കരുതുന്നുവെന്ന് പറഞ്ഞാൽ, സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ, അവരുടെ പേര് പറയുവാൻ നിങ്ങൾക്കാവുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന ദരിദ്രന്റെ പേര്. ഗുസ്താവോ ഉയർത്തിയ അതിശക്തമായ ചോദ്യങ്ങളിൽ ഒന്നാണിത്. ദരിദ്രനു വേണ്ടി പക്ഷം പിടിക്കുക എന്നുള്ളത് അത് ബൗദ്ധികമായൊരു തിരഞ്ഞെടുപ്പല്ല, അത് വിശ്വാസത്തിൻ്റെ, അത് മതപരമായ ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് അതിശക്തമായി ഗുത്രിഷ് വാദിച്ചു. ദാരിദ്ര്യത്തോടുള്ള പ്രതികരണം ഇന്ന് നമ്മുടെ ചുറ്റും നാം കാണുന്ന സാമൂഹിക വ്യവസ്ഥതകളിലെ, ഘടനകളിലെ അന്യായത്തിലേക്കുള്ള വിരൽ ചൂണ്ടലിലേക്കും ആ അന്യായം നിറഞ്ഞ ഘടനകളെ രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത വേദശാസ്ത്രം ഉൾക്കൊള്ളേണ്ടതിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തെ അറിയുക എന്നുള്ളത് നീതിയും ന്യായവും നടപ്പാക്കലാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വേദശാസ്ത്രത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് കൂടുതൽ സ്വതന്ത്രരായ, കൂടുതൽ മനുഷ്യരായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക, വാർത്തെടുക്കുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗുസ്താവോ ഗുത്രിഷ് വിരൽ ചൂണ്ടിയത് ദൈവത്തെ നിന്ദിക്കുന്ന അനുഭവം, ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന അനുഭവമാകുന്നത് എങ്ങനെ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. നമ്മുടെ ചുറ്റും നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഇന്ന് എത്രയോ തൊഴിലിടങ്ങളിൽ
നമുക്ക് ഈ ചൂഷണം കാണുവാനായിട്ട് കഴിയും. എളിയവൻ്റെ ദൈന്യതയെ മുതലെടുക്കുന്നവർ, കുഞ്ഞുങ്ങൾ, തൊഴിലിടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന എത്രയോ ഇടങ്ങൾ, സ്ത്രീകൾ, അവർ ചെയ്യുന്ന തൊഴിലിന് യുക്തമായ രീതിയിൽ പ്രതിഫലം ലഭിക്കാതെ പ്രയത്നിക്കുന്നവർ, എത്രയെത്ര പലായന സമൂഹങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു. അഭയാർത്ഥികളായി മറ്റു ദേശങ്ങളിൽ തൊഴിൽ തേടി വരുന്നവർ, നിയമങ്ങളുണ്ട്, അടിസ്ഥാന വേതനത്തെക്കുറിച്ചുള്ള ചട്ടങ്ങളുണ്ട്. എങ്കിലും അതിൻ്റെ ഒന്നും പരിധിയിൽ ഉൾപ്പെടാതെ ജീവിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നൈതിക അടിസ്ഥാനത്തിൽ ദരിദ്രനെ, എളിയവനെ ചൂഷണം ചെയ്യുന്നവർ ദൈവത്തെ നിന്ദിക്കുന്നവരാണ് എന്ന അതിശക്തമായ ഓർമ്മപ്പെടുത്തൽ ഞാനീ മുൻവെക്കുന്നത്. എത്രയോ തലത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അഴിമതിയുടെയും അന്യായത്തിൻ്റെയും ഒരു ലോകത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സമൂഹങ്ങൾ ഇന്ന് ഒരുപാട് പേരാണ്. രാഷ്ട്രീയ പാർശ്വവൽക്കരണം അതിൻ്റെ ഭാഗമാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന എത്രയോ സാധാരണക്കാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എളിയവൻ ആരാണ്? വ്യത്യസ്തങ്ങളായ അക്രമങ്ങൾക്ക് വിധേയനാകുന്നവർ, ഗാർഹിക പീഡനങ്ങളാകട്ടെ, ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള അധിക്ഷേപങ്ങളും പീഡനങ്ങളുമാകട്ടെ, ന്യൂനപക്ഷങ്ങളായിപ്പോയി എന്ന കാരണങ്ങളാൽ അനുഭവിക്കുന്ന പീഡനങ്ങളാകട്ടെ, മനുഷ്യനെ പീഡിപ്പിക്കുന്ന എത്രയോ വേദനാജനകമായ അനുഭവങ്ങൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ എളിയവനെ പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നുവെന്നുള്ള അതിശക്തമായ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാകണം. നിയമപരമായ വേർതിരിവുകൾ എത്രയോ ഇടങ്ങളിൽ, അവകാശ നിഷേധങ്ങളുടെ അനവധി കഥകൾ നമുക്ക് ചുറ്റും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ മാധ്യമ വാർത്തകൾക്ക് പോലും നിയന്ത്രണം ഉള്ളൊരു കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങൾ സംഘടിതമായി മറച്ചുവെക്കുകയും രൂപപ്പെടുത്തപ്പെടുന്ന സത്യങ്ങൾ സംഘടിതമായി പങ്കുവെക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുന്നവരുടെ ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ സാംസ്കാരിക താൻ പ്രമാണത്വം, സാംസ്കാരിക മേഖലയിലെ വ്യത്യാസങ്ങളെയും വ്യതിയാനങ്ങളെയും ഉൾക്കൊള്ളുവാൻ വിസമ്മതിക്കുമ്പോൾ എളിയവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാനായി കഴിയാത്ത അനുഭവമാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ മാറ്റി നിർത്തപ്പെടുന്ന എത്രയോ ഇടങ്ങൾ, അഭയാർത്ഥികൾക്ക്, സാധാരണ കുഞ്ഞുങ്ങളോടൊപ്പം വിദ്യാഭ്യാസം നിഷേധിക്കുന്ന രാജ്യങ്ങൾ എത്രയോ ഇടങ്ങളിൽ, സ്വന്തം രാജ്യങ്ങളിൽ സ്വന്തം പൗരർക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ എത്രയോ ഇടങ്ങളിൽ, രണ്ടാം കിട പൗരരെയും മൂന്നാം കിട പൗരരെയും ഒരു ഘടനയ്ക്കുള്ളിൽ സൃഷ്ടിച്ചെടുക്കുന്ന എത്രയോ യാഥാർത്ഥ്യങ്ങൾ. എളിയവനെ നിന്ദിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. സാധാരണക്കാരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും അഴിമതിയും നമ്മുടെ ചുറ്റുമുണ്ടാകുമ്പോൾ ആരോഗ്യ മേഖലകളിൽ പോലും ദരിദ്രന് മാത്രം മെച്ചമായ ആരോഗ്യ പരിപാലന സാധ്യതകളിലേക്ക് അവസരം ലഭിക്കുകയും പാവപ്പെട്ടവൻ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഈ സദൃശവാക്യം വീണ്ടും നാം വായിക്കുന്നത്. കടക്കണിയിൽ വീണ് ആര് എന്ത് നിർദ്ദേശം നൽകിയാലും ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ നിർബന്ധിതരാകുന്ന ആധുനിക ലോകത്തിലെ നൂതന അടിമത്തത്തിൽ ജീവിക്കുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റും. പ്രിയമുള്ളവരെ, എളിയവനെ പീഡിപ്പിക്കുന്നവൻ ദൈവത്തെ നിന്ദിക്കുന്നുവെന്ന് ഞാനീ പറയുന്നത് അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഉയരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആരാണ് ഈ എളിയവൻ? ഒരുപക്ഷെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ആവശ്യത്തിന് വരുമാനമില്ലാതെ, വേതനമില്ലാതെ, പണമില്ലാതെ സമൂഹത്തിൻ്റെ പാർശ്വങ്ങളിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവർ മാത്രമല്ല എളിയവരുടെയും ദരിദ്രരുടെയും ഘടനയിൽ നാം തിരിച്ചറിയേണ്ടത്. ഇന്ന് അനവധി ലോക സംസ്കാരങ്ങളിൽ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവർ,
അതൊരു പക്ഷേ മതന്യൂനപക്ഷങ്ങളാകാം, വംശീയ ന്യൂനപക്ഷങ്ങളാകാം, ജാതി ന്യൂനപക്ഷമാകാം, ദേശീയ ന്യൂനപക്ഷങ്ങളാകാം. അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരുപാടിടങ്ങളിൽ ആദിവാസി സമൂഹങ്ങൾ അവരുടെ സ്വന്തം മണ്ണും അവരുടെ സ്വന്തം ജീവന വ്യവസ്ഥിതിയും അവരിൽ നിന്നും കവർന്നെടുത്തിട്ട് അവരെ അവരുടെ ദേശത്ത് തന്നെ, അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ആരുമില്ലാത്തവരായി പാർശ്വവൽക്കരിക്കുകയോ അവിടെ നിന്ന് പുറത്താക്കുകയോ ചെയ്ത് അവർക്ക് പരിചയമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട എത്രയോ ആദിമ സമൂഹ പ്രതിനിധികൾ ഇന്ന് നമുക്ക് ചുറ്റും വേദനയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തിൽ ജീവിക്കുന്നു. ദളിതരായി, ഉടഞ്ഞുപോയവരായി, പ്രതിസന്ധിയിൽ ജീവിക്കുന്ന എത്രയോ പേരെ ഉദ്ധിതമായ നവോത്ഥാന യാഥാർത്ഥ്യങ്ങളുടെ മധ്യേയും ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലിംഗവിവേചനത്തിൽ അസ്തിത്വം അന്വേഷിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നു. അംഗപരിമിതരായ മനുഷ്യർ, അത് ശാരീരിക അംഗപരിമിതി മാത്രമല്ല, മാനസികമായ അംഗപരിമിതികളുമായി ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ കഴിയാതെ വേദന അനുഭവിക്കുമ്പോൾ ഒരു കൈതാങ്ങലാകുന്നതിന് പകരം അവരുടെ ജീവിതത്തെ നിന്ദിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നാം ചെന്ന് പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയും. ഈ സാഹചര്യത്തിലാണ് ദരിദ്രനെ നിന്ദിക്കുന്നവൻ, ദരിദ്രനെ, എളിയവനെ മാനിക്കാത്തവൻ, പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അനേകം ഇടങ്ങളിൽ ഒറ്റയ്ക്കായി പോയ വയോധികരാണ് ഇന്ന് എളിയവരായി ജീവിക്കുന്നത്. ചൂഷിത പശ്ചാത്തലങ്ങളിൽ തൊഴിലെടുക്കേണ്ടി വരുന്ന അനവധി പേർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. യുദ്ധ തടവുകാരായി ജീവിക്കുന്ന മനുഷ്യർ, തങ്ങളുടെ ദേശത്ത് നിന്ന് ദൂരെ പോയി വ്യത്യസ്ത കാരണങ്ങളാൽ വിദേശങ്ങളിൽ തടവുകളായിപ്പോയവർ, കണ്ണുനീരിൽ ജീവിക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിഥി തൊഴിലാളികൾ എന്ന് നാം വിളിക്കുന്ന IDPs, ഇന്റേർണലി ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ, ചിലയിടങ്ങളിൽ ഗ്രാമീണ കർഷകർ, ചിലയിടങ്ങളിൽ ക്രൂരത നിറഞ്ഞ ഭരണകൂടങ്ങൾക്കു കീഴിൽ പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാർ, പലായന സമൂഹങ്ങൾ. ഇവിടെയൊക്കെ നാം തിരിച്ചറിയുന്നത് ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നുവെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ജ്ഞാനിയുടെ ഇടപെടലിനെയാണ് നാം ഇവിടെ കാണുന്നത്. വിമോചന ദൈവശാസ്ത്രം എല്ലാ കാലത്തിലും ദരിദ്രനോട് കൃപ കാണിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ദരിദ്രനോട് കൃപ കാണിക്കുന്നവർ സൃഷ്ടാവിനെ മാനിക്കുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനി അതിന് പ്രായോഗിക തലങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നുമുണ്ട്. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നാം തിരിഞ്ഞു നോക്കി ദരിദ്രനെ നാം മാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, ദരിദ്രന് ഒരു അപ്പം കൊടുക്കുകയോ കുറച്ച് പണം കൊടുക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല ദരിദ്രനെ മാനിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ സാമ്പത്തിക അവസ്ഥ എന്തുതന്നെയായാലും, ദാരിദ്ര്യത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം എന്തുതന്നെയായാലും, അവനിലെ മനുഷ്യൻ, അവനിലെ അസ്തിത്വം, അവനിലെ ദൈവ സദൃശ്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. ആ ദൈവ സദൃശ്യത്തെ മാനിക്കുകയും അവനിലെ മനുഷ്യനെ മാനിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്, സ്നേഹിതരെ, ഈ ദരിദ്രനെ മാനിക്കുന്ന അനുഭവത്തിൻ്റെ പൊരുൾ. അത് അടിസ്ഥാനപരമായി അവരെ കേൾക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്.
വഴിയോരങ്ങളിലെങ്ങോ കേൾക്കാതെ പോകുന്ന ജൽപ്പനങ്ങളാകരുത് ദരിദ്രന്റെ സ്വരം. ദരിദ്രനെ മാനിക്കുക എന്നാൽ ദാരിദ്ര്യത്തിലേക്ക് പല സാഹചര്യത്താൽ വീണുപോയവരുടെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. അവർക്ക് പറയാനുള്ളത് ശ്രദ്ധ വെച്ച് കേൾക്കുവാനുള്ള മനസ്സ് എന്നും നമുക്കുണ്ടാകണം. അവരുടെ ദാരിദ്ര്യത്തിലേക്ക് കാരണമായി തീരുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിക്കൊത്തവണ്ണം അവർക്ക് വേതനം ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാകാം. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. നീതിയുക്തമായ വേതനം എല്ലാവർക്കും ലഭിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലുള്ള പോരാട്ടങ്ങൾ അതുകൊണ്ട് തന്നെ സഭയുടെ വേദശാസ്ത്രത്തിൻ്റെ പൊരുളും പോരാട്ടവുമായി മാറിയ അനുഭവം. സാധാരണ ദരിദ്രന്റെ മുറിവ് കെട്ടുന്ന ഫാദർ ഡാമീനെയോ മദർ തെരേസയുടെയോ അനുഭവത്തെ പോലെ തന്നെ പ്രസക്തമാണ് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളായി മാറിയവരുടെ ശബ്ദവും. നൈതികമായ കച്ചവട സംസ്കാരം ഉണ്ടാക്കുവാൻ വേണ്ടി ഇടനിലക്കാരില്ലാതെ തൊഴിലിടങ്ങൾ ഉണ്ടാകണമെന്നും കച്ചവട സ്ഥലങ്ങൾ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച എത്രയോ ഇടങ്ങൾ, താമസ സ്ഥലമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ, ആഹാരവും വസ്ത്രവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ, റോട്ടി കപ്പട മക്കാൻ, ആളുകൾക്കെല്ലാവർക്കും ഭക്ഷണം, ആളുകൾക്കെല്ലാവർക്കും വസ്ത്രം, ആളുകൾക്കെല്ലാവർക്കും പാർപ്പിടം എന്നത് മുദ്രാവാക്യമായി മാറിയപ്പോഴും അതും ഈ ജ്ഞാനി മുൻകണ്ടൊരു മുദ്രാവാക്യമല്ലയോ? ദരിദ്രനെ മാനിക്കുന്നവൻ തൻ്റെ സൃഷ്ടാവിനെ മാനിക്കുന്നുവെന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ ആധുനിക കാല പ്രതിഫലനങ്ങളല്ലയോ അവ എന്ന് നാം സ്വയം ചോദിക്കേണ്ടവയാണ്. പലയിടങ്ങളിലും ആരോഗ്യമേഖലയിൽ ധനികന് മാത്രം ലഭ്യമായ എത്രയോ ശുശ്രൂഷകൾ ഇന്നും ലഭ്യമായ കാലം. ദരിദ്രന് ആരോഗ്യമേഖലയിലെ മികച്ചതിനെ ലഭിക്കുവാനുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാതിരിക്കുന്നൊരു കാലം. എല്ലാവർക്കും തുല്യമായി ആരോഗ്യ സേവനമെന്ന വലിയ ദർശനം ദൈവശാസ്ത്ര ദർശനമാണ്. സമ്പത്തുള്ളവന് മാത്രം നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന എത്രയോ സംസ്കാരങ്ങളുടെ മധ്യേ ധനികനും ദരിദ്രനും ഒരുപോലെ നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളത് നീതിബോധത്തോടുകൂടിയുള്ള ആഹ്വാനമാകുന്നത് ഈ സദൃശവാക്യത്തിൻ്റെ ആഹ്വാന പൊരുളിൻ്റെ അടിസ്ഥാനത്തിലാണ്. വികസനം അത് സമഗ്ര വളർച്ചയിൽ ഹേതുവാകുമ്പോൾ ആരെയും പാർശ്വവൽക്കരിക്കാത്തതാകണമെന്ന ആഗ്രഹവും അവിടെ നിന്നുയരുന്നതാണ്. നീതിന്യായ വ്യവസ്ഥ ചിലർക്ക് പ്രാപ്യവും ചിലർക്ക് അപ്രാപ്യവുമാകുമ്പോൾ എല്ലാവർക്കും പ്രാപ്യമായൊരു നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള സ്വപ്നവും ഈ നീതിയുടെ സ്വപ്നമാണ്. മനുഷ്യനിൽ നിന്നും വിവേചിക്കുന്ന എല്ലാ വിവേചനത്തിൻ്റെ സംസ്കാരത്തെയും ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി മാറുകയാണ്. അത് ചിലപ്പോൾ രാഷ്ട്രീയ മീമാംസകളെ തന്നെ ചോദ്യം ചെയ്യുന്ന അനുഭവമാകാം. അത് ചിലപ്പോൾ പ്രതിഷേധസ്വരങ്ങളാകാം, സമരസ്വരങ്ങളാകാം, അത് ചിലപ്പോൾ ഇടപെടലുകളാകാം. പുതിയൊരു തലമുറയെ നീതിബോധമുള്ളവരായി രൂപപ്പെടുത്തിയെടുക്കുവാൻ, വാർത്തെടുക്കുവാൻ, വളർത്തിയെടുക്കുവാൻ പ്രവർത്തിക്കുന്ന പ്രയത്നങ്ങളാകാം. അത്തരത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്തവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സംഘടനകൾ അവരെ സന്ധിക്കുക, സഹായിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാകാം. വ്യക്തിജീവിതത്തിലെ ജീവിതക്രമങ്ങളും ജീവിത രീതികളും സാധാരണത്വവും മിതത്വവും പുലർത്തുന്ന അനുഭവത്തിലേക്ക് തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമാകാം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവൻ സൃഷ്ടാവിനെ മാനിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സൃഷ്ടാവിനെ നിന്ദിക്കുന്നത് എന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായി ചോദിക്കുവാൻ ഈ അവസരം നാം വിനിയോഗിക്കുന്നത് നല്ലതായിരിക്കും. എളിയവനെ പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ
കാപഠ്യം, മൂടുപടങ്ങൾ സൃഷ്ടാവിനെ നിന്ദിക്കുന്ന അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അടുത്തു കാണുന്ന സഹോദരന്റെ ആവശ്യങ്ങളെ കാണാതെ, കണ്ണിനു കാണാത്ത ഈശ്വരനെ മാനിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളനാണ്, കാപഠ്യക്കാരനാണ് എന്ന് വചനം പറയുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കുള്ള ഒരു കണ്ണാടിയായി മാറണം. ഭക്തിയുടെ മൂടുപടങ്ങൾ അണിഞ്ഞ് ദരിദ്രനെ മാനിക്കാതെ നാം ജീവിക്കുകയാണെങ്കിൽ നാം യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെ നിന്ദിക്കുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. വിശ്വസ്തതയില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ ആരാധനാലയത്തിൻ്റെ ദൈവസാന്നിധ്യം അൾത്താരകളിൽ മാത്രമല്ല, ആരാധനാലയത്തിൻ്റെ ദൈവസാന്നിധ്യം ആരാധനാലയത്തിൻ്റെ വാതിലിന് പുറത്ത് കൈനീട്ടി നിൽക്കുന്ന ദരിദ്രനിലുമുണ്ട് എന്ന് അവൻ്റെ ജീവിത സാഹചര്യത്തെയും ജീവിത സംസ്കാരത്തെയും രൂപപ്പെടുത്തിയെടുക്കുവാൻ, മാറ്റിയെടുക്കുവാൻ, അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുവാൻ ആരാധകനായില്ല എങ്കിൽ ആരാധനാലയത്തിൽ അവൻ അർപ്പിക്കുന്ന യാഗങ്ങളൊക്കെ അർത്ഥശൂന്യമായി മാറുന്ന യാഥാർത്ഥ്യം. ക്ഷമയും നീതിബോധവും ഇല്ലാത്തൊരു ജീവിതം ഒരു വശത്തും, ആ നീതിബോധത്തിൻ്റെ മധ്യേ അവരനെ കാണാതെ ജീവിക്കുന്നൊരു ജീവിതവും സൃഷ്ടാവിനെ നിന്ദിക്കുന്ന അനുഭവങ്ങളായി മാറുകയാണ്. അവരനിൽ ദൈവ ചൈതന്യവും ദൈവ സാന്നിധ്യവും കാണുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ, മദർ തെരേസ പറഞ്ഞു, ഒരു മനുഷ്യൻ മുറിവേറ്റവനായി എൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ആ മുറിവേറ്റവനിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മുറിവുകളെ കണ്ടു. ഒരാൾ ദൈന്യതയോടെ വഴിയോരത്ത് നിന്ന് നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ ആ നിലവിളിയിലും ആ ഞരക്കത്തിലും ക്രിസ്തുവിൻ്റെ നിലവിളി ശബ്ദവും ഞരക്കത്തിൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. വേദനിക്കുന്ന അപരനിൽ ദൈവ ചൈതന്യവും ദൈവ സാന്നിധ്യവും കാണുവാൻ എനിക്കായതുകൊണ്ടാണ് അവനെ ശുശ്രൂഷിക്കുവാൻ, അവൻ്റെ അരികിലേക്ക് അണയുവാൻ ഞാൻ പ്രേരിതനാകുന്നത്. അവിടെയാണ് ദരിദ്രനെ മാനിക്കുന്നതും ദരിദ്രനെ നിന്ദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ചിലർ പാവപ്പെട്ടവരെ, ദരിദ്രരായി പോയവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉപദ്രവിക്കുന്നതും ദ്രോഹിക്കുന്നതും നാം കാണാറുണ്ട്. അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഒരിക്കലും കേൾക്കുവാൻ തയ്യാറാകാതെ അവൻ്റെ ആവശ്യങ്ങളെ അവഗണിക്കുന്നവരുണ്ട്. അവൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആരുമല്ലാത്തവൻ്റെ ആവശ്യങ്ങൾ ഞാൻ എന്തിനു പരിഗണിക്കണം, അതിനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന എത്രയോ ആളുകൾ. നരശമരക്കാരൻ്റെ കഥയിൽ വീണുകിടക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ട്, മരണവുമായി മല്ലടിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കാണാത്തവരെ പോലെ മാറിക്കടന്നു പോകുന്നവർ ഇന്നും എന്നിലും നിങ്ങളിലും ജീവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അഹംഭാവത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അനുഭവത്തിൻ്റെ മധ്യേ അവരനെ കാണാതെയാകുമ്പോൾ നാം സൃഷ്ടാവിനെ നിന്ദിക്കുന്നവരായി മാറുന്നു. വ്യക്തിലാഭം മാത്രം നോക്കി നൈതികകൾ വിട്ടുകളഞ്ഞ് അഴിമതിയുടെ പന്ഥാവിൽ നാം യാത്ര ചെയ്യുമ്പോൾ, സമത്വത്തിൻ്റെ ധർമ്മബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സൃഷ്ടാവിനെ നിന്ദിക്കുന്നവരായി മാറുന്നു. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ദരിദ്രരോട് നാം കാട്ടുന്ന ക്രൂരതയായി മാറുകയും ചെയ്യുന്നു. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം: എങ്ങനെയാണ് നാം നമ്മുടെ സൃഷ്ടാവിനെ മാനിക്കുക? പ്രാർത്ഥന നല്ലതാണ്, ആരാധന നല്ലതാണ്, ശുശ്രൂഷ നല്ലതാണ്, ദേവാലയവുമായി ചേർന്ന് നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡയാക്കോനിയ, ദരിദ്രനോട് കൃപ കാണിക്കുന്ന ഇടപെടൽ, ദരിദ്രന്റെ കണ്ണുനീരൊപ്പുന്ന ഇടപെടൽ, ദരിദ്രന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കൈപിടിച്ച് അവന് ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് കൊണ്ടുവരുന്ന ഇടപെടൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം എവിടെയാണ് കർത്താവിനെ മാനിക്കുക? പ്രാർത്ഥനയിൽ നന്ദിയുള്ളവരായി നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് നന്ദി പറയേണ്ടത് ദൈവമേ എനിക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് മാത്രമല്ല, അവരെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ എനിക്ക് ലഭിച്ച സന്ദർഭങ്ങളെ കൂടി ഓർത്താണ് എന്ന് നാം തിരിച്ചറിയണം. സൃഷ്ടിയുടെ സമഗ്രതയോടുള്ള നമ്മുടെ പ്രതിബദ്ധത അവരനെ ചേർത്തണയ്ക്കുന്നതിലാകുമ്പോഴാണ് നാം ദരിദ്രനോട് കൃപ കാണിക്കുന്നവരായി മാറുക. ജീവന് വേണ്ടിയുള്ള നിലപാടുകൾ നാം എടുക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകളെ നാം കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ സുവിശേഷമാണ്. എന്നാൽ സ്നേഹനിർഭരമായ പ്രവൃത്തികളിലൂടെ
വേദനിക്കുന്നവന്റെ അരികിലെത്തുക എന്നുള്ളതാണ് ക്രൈസ്തവ ദൗത്യമെന്ന് നാം തിരിച്ചറിയുന്നു. വിശന്നിരിക്കുന്നവന്റെ, ദാഹിച്ചിരിക്കുന്നവന്റെ, തടവിലായിരിക്കുന്നവന്റെ, രോഗിയായിരിക്കുന്നവന്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ, ദരിദ്രനായി പോയവന്റെ അരികിലെത്തുന്ന ദൗത്യം. അതോടൊപ്പം തന്നെ അവനെ അപ്രകാരത്തിലാക്കിയ നൈതികതയില്ലാത്ത അനീതിയുടെ ഘടനകളെ രൂപപ്പെടുത്തിയെടുക്കുന്നതും വരും തലമുറകൾക്ക് ജീവിതയോഗ്യമായ സൃഷ്ടിയുടെ സമഗ്രത നിലനിർത്തുന്നൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നതും നമ്മുടെ ദൗത്യമാകുന്നത് സൃഷ്ടാവിനെ മാനിക്കുവാൻ വേണ്ടിയുള്ള ജീവന്റെ നിലപാടുകൾ എടുക്കുമ്പോഴാണ്. അമർത്തി കുലുക്കി കവിയുന്ന അനുഗ്രഹങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കും എന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അമർത്തി കുലുക്കി പങ്കുവെക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവിടെ നാം കാണുകയാണ്. നീതിയും സമത്വവും വാക്കുകളിൽ ഒതുങ്ങേണ്ടുന്ന കാര്യമല്ല. ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് ദരിദ്രനുമായി പങ്കുവെക്കാതെ എൻ്റെ മാത്രമാക്കി മാറ്റുമ്പോഴാണ് ഞാൻ നൈതികത വിട്ടുകളഞ്ഞ് ജീവിക്കുന്നവനായി മാറുന്നത്. സമത്വം എൻ്റെ സ്വപ്നം അല്ലാതായി മാറുന്നത്. മന്നായുടെ ദൈവത്തെ ഞാൻ മറന്നുകളയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു സദൃശവാക്യമാണ്. സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 31 വാക്യം. ലോക വേദശാസ്ത്രത്തെ തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള, ക്രിസ്തുവിൻ്റെ സാമൂഹിക വീക്ഷണങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള, ക്രൈസ്തവ സഭയുടെ ജീവിതക്രമത്തെ അന്നും ഇന്നും വളരെ സ്വാധീനിക്കുന്ന ഒരു സദൃശവാക്യമായി ജ്ഞാനിയുടെ ഈ വാക്കുകൾ നിലനിൽക്കുന്നു. സദൃശവാക്യങ്ങൾ 14 അതിൻ്റെ 31. എളിയവനെ പീഡിപ്പിക്കുന്നവൻ തൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രരോട് കൃപ കാണിക്കുന്നവനോ അവനെ, തൻ്റെ സൃഷ്ടാവിനെ ബഹുമാനിക്കുന്നു. അതിമനോഹരമായ ഈ സദൃശവാക്യത്തിൻ്റെ ആഴവും പരപ്പും പൊരുളും ഇനിയും സുവ്യക്തമായി തിരിച്ചറിയുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകക്കണ്ണുകളെ കൂടുതൽ തെളിമയുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.